ഇരിഞ്ഞാലക്കുട രൂപതയിൽ കരാഞ്ചിറ ഇടവകയിൽ കുരുതുകുളങ്ങര ചാക്കുണ്ണി ചെറുച്ചിക്കുട്ടി ദമ്പതികളുടെ മക്കളെ നാലാമത്തെ മകളായി 1938 ഫെബ്രുവരി 6 മാർത്തിരി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന സിസ്റ്റർ ലിബോറിയ ജനിച്ചു. വിശ്വാസ ജീവിതത്തിൽ സവിശേഷ മാതൃകകളായിരുന്ന മാതാപിതാക്കളുടെ തണലിൽ വളർന്ന മാർത്തിരി ചെറുപ്പം മുതൽ ആത്മീയ കാര്യങ്ങളിൽ വലിയ വിശ്വസ്തത പുലർത്തി പോന്നു. സമർപ്പിത ജീവിതത്തോട് പ്രത്യേക താല്പര്യം പുലർത്തി ലിബോറിയമ്മ കർത്താവിന്റെ വിളി സ്വീകരിച്ച് CMC കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൽ അർപ്പിണിയായി ചേർന്നു. 1964 മെയ് 9 സിസ്റ്റർ ലിബോറിയ എന്ന പേരിൽ ആദ്യവ്രതമെടുത്ത് ദൈവത്തിന്റെ സ്വന്തമായി തീർന്നു. 1968 മെയ് 2 നിത്യവ്രത വാഗ്ദാനവും നടത്തി ദൈവത്തിനും സഹജീവികൾക്കുമായി ജീവിതം സമർപ്പിച്ചു. ലിബോറിയമ്മയുടെ സന്യാസ ജീവിതം ഒരു പദവിയുടെയോ അധികാരത്തിന്റെയോ യാത്രയായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന്റെ, സേവനത്തിന്റെ, ത്യാഗത്തിന്റെ, വിനയഭാവത്തിന്റെ ഒരു സ്നേഹഗാഥയായിരുന്നു. ഔദാര്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന കല സ്വന്തമാക്കിയിരുന്ന ഈ സുഹൃത്തിനെ തികഞ്ഞ ഉത്തരവാദിത്വബോധം, ശാന്തമായ പെരുമാറ്റ ശൈലി, ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കൃത്യമായ രുചിരി, കൂട്ടക്രമങ്ങളിലുള്ള വിശ്വസ്തത, തിരുസഭയോടും സഭാധികാരികളോടുമുള്ള വിധേയത്വം എന്നിവയാൽ പരിശോധിതയായിരുന്നു. അനേകം വർഷങ്ങൾ മെസ് മാനേജറായി സേവനം ചെയ്ത ലിബോറിയമ്മ ആയിരുന്ന സമൂഹങ്ങളിലെല്ലാം ഓരോ വ്യക്തിയെയും സ്വന്തം കൂടപ്പിറപ്പായി കരുതുകയും അവരുടെ ആവശ്യങ്ങൾ സ്വന്തമായി നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. നീണ്ട മണിക്കൂറുകൾ പാചകപ്പുരയിൽ പ്രവർത്തനത്തിലേർപ്പെട്ട ലിബോറിയമ്മ ശേഷിച്ച സമയമെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് ഈശോയുമായി സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുക പതിവ് കാഴ്ചയാണ്. സെയിന്റ് ആൻസ് തൃശൂർ, എടതുരുത്തി, പെരുമ്പ എന്നീ ഓർഫനേജുകളിൽ അനേകം മക്കൾക്ക് ലിബോറിയമ്മ സ്വന്തം അമ്മയായിരുന്നു. ലിബോറിയമ്മയുടെ സന്യാസ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിൽ ഒന്നാണ് അനാഥ മക്കൾക്ക് വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനം. മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ലിബോറിയമ്മ സ്വന്തം അമ്മയായി വാത്സല്യം പകർന്നു നൽകി. ഓരോ കുഞ്ഞിനെയും സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിക്കാനും അവരുടെ വിശപ്പും വേദനയും കണ്ണീരും തിരിച്ചറിയാനും ലിബോറിയമ്മയ്ക്ക് വിശാലമായ ഒരു ഹൃദയമുണ്ടായിരുന്നു. ഭക്ഷണം നൽകുന്നതിലോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലോ മാത്രം ഒതുങ്ങിയില്ല ആ സേവനം. ഓരോ കുട്ടിയുടെയും ഭാവിയെ കുറിച്ച് സ്വപ്നം കാണുകയും അവരുടെ വിദ്യാഭ്യാസത്തിന്, നല്ല സ്വഭാവ രൂപീകരണത്തിന്, ആത്മീയ വളർച്ചയ്ക്കും വേണ്ട പിന്തുണ നൽകി. അനാഥരുടെ കണ്ണീരിൽ ദൈവത്തിന്റെ മുഖം കണ്ട ഒരു സമർപ്പിതയാണ് സിസ്റ്റർ ലിബോറിയ. സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും കരുണ കാണിക്കാനും പഠിപ്പിച്ച ജീവിതമാണ് ലിബോറിയമ്മയുടേത്. പാടവും പറമ്പും വളർത്തുമൃഗങ്ങളും ലിബോറിയമ്മയുടെ ഇഷ്ടപ്പെട്ട ഇടങ്ങളായിരുന്നു. മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങളെ കൂടി കൂടപ്പിറപ്പായി സ്നേഹിക്കുന്ന ഒരു സവിശേഷ മാതൃഹൃദയത്തിനുടമയാണ് ലിബോറിയമ്മ. സ്വന്തം മക്കളെ പോലെ അവയുമായി സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ട് പരിപാലിക്കുന്ന അമ്മയ്ക്കത് ജോലിയായിരുന്നില്ല, അതൊരു സ്നേഹത്തിന്റെ കലയായിരുന്നു. മിണ്ടാപ്രാണികളോട് പോലും ഇത്രയും കാരുണ്യം കാണിക്കുന്ന ആ ഹൃദയം സർവ സൃഷ്ടികളിലും ദൈവത്തെ കാണുന്ന യഥാർത്ഥ ആത്മീയത സ്വന്തമാക്കിയെന്ന് നിസ്സംശയം പറയാം. സ്നേഹിക്കുവാൻ ഭാഷ ആവശ്യമില്ല, കരുണയുള്ള ഒരു ഹൃദയം മതിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ജീവിതം. ലിബോറിയമ്മയെ അറിയുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: അമ്മയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോടുന്നതായിരുന്നു. നിർമ്മലമായ പുഞ്ചിരിയും കരുതലും നിശബ്ദ സേവനവുമായിരുന്നു അമ്മയുടെ ജീവിത പ്രസംഗം. ഒരിക്കലും പ്രശസ്തി ആഗ്രഹിച്ചിട്ടില്ല. മറ്റുള്ളവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. പ്രായാധിക്യത്തിനും ക്ഷീണത്തിനും പ്രാർത്ഥനയ്ക്കായി ദിവ്യകാരുണ്യനാഥന്റെ അരികെ എത്തുവാൻ നിഷ്ഠ പുലർത്തിയിരുന്നു. സെയിന്റ് ആൻസ്, എടതുരുത്തി, മാള, ചെർളയം, പെരുമ്പ, ചൂണ്ടൽ, മനക്കുടി, ഫാറ്റിമ എന്നിവിടങ്ങളിൽ മെസ് മാനേജറായും പറമ്പിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചും ഓർഫനേജിന്റെ ചാർജ് വഹിച്ചും നീണ്ട വർഷങ്ങൾ അമ്മ സേവനം അനുഷ്ഠിച്ചു. 1998 ഫാത്തിമ മഠത്തിൽ അംഗമായി വന്ന സിസ്റ്റർ 2024 വരെ നീണ്ട 26 വർഷങ്ങൾ
ഈ ഭവനത്തിന്റെ എല്ലാമായിരുന്നു. 2024 പ്രായത്തിന്റെ അസ്വസ്ഥതകൾ ഏറി വന്നതിനാൽ മരീന ഹോം ചുണ്ടലിലേക്ക് മാറിപ്പോയി. തന്റെ 88ാമത്തെ വയസ്സിൽ തന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റിയ സംതൃപ്തിയോടെ രോഗിലേപനം സ്വീകരിച്ച് മരീന ഹോം ചുണ്ടലിൽ വെച്ച് ഇന്ന് രാവിലെ 2:20 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നല്ല ദൈവം ഒരുക്കി വെച്ച ജീവന്റെ കിരീടം ലിബോറിയമ്മയ്ക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലിബോറിയമ്മയുടെ ഭൗതിക സാന്നിധ്യം നമ്മുടെ ഇടയിൽ നിന്ന് മായുകയാണ്. എന്നാൽ ലിബോറിയമ്മ സ്പർശിച്ച ജീവിതങ്ങളും പകർന്നു നൽകിയ സ്നേഹവും വിതച്ച നന്മയും ഒരിക്കലും മായുകയില്ല. ഒരു വിളക്ക് പോലെ ഉരുകി അനേകർക്ക് പ്രകാശമേകിയ ജീവിതം വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നല്ലവരും വിശ്വസ്തനുമായ ദാസ, നീ കർത്താവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നല്ല ദൈവം ഒരുക്കിയ നിത്യസമ്മാനം അമ്മയ്ക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിത്യശാന്തി നേരാം. വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ പോകണം. ആ പുഴയുടെ നന്മ അറിയണമെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണം. ഇരുകര വശങ്ങളിലുമുള്ള ചെടികളെ നല്ല മണ്ണ് കൊടുത്ത് ജലം കൊടുത്ത് വളർത്തി വലിയ മരങ്ങളാക്കുന്നത് പോലെ ആ പുഴയുടെ ആഴങ്ങളിൽ ഒരുപാട് നിധികൾ ഒളിപ്പിച്ചു വെച്ചതുപോലെ ഒരുപാട് നന്മ ഉൾക്കൊള്ളുന്ന ഒരു അമ്മയായിരുന്നു സിസ്റ്റർ ലിബോറിയ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തു വരുന്നവർക്ക് ആശ്വാസവും സ്നേഹവും സമാധാനവും പകർന്നു കൊടുക്കുവാനായിട്ട് യാതൊരു മടിയും കാണിക്കാത്ത നല്ലൊരമ്മ. ഇപ്പോൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ മറിയത്തിന്റെയും മർത്തയുടെയും സൗകുമാരിയും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച ഒരു പ്രാർത്ഥനയും പ്രവർത്തനവും സമഞ്ജസമായി സമ്മേളിപ്പിച്ച ഒരു ജീവിതം. മർത്തയുടെ കഠിനാധ്വാനശീലം, മറിയത്തിന്റെ പ്രാർത്ഥനാ ജീവിതം. ഇതാണ് ഈ അമ്മയുടെ ജീവിതത്തിന്റെ ആകെത്തുക എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. എല്ലാവരും വിളിക്കുന്നത് സിസ്റ്റർ ലിബോറിയ എന്നാണ്. എന്നാൽ ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുക സിസ്റ്റർ ലിബോറിയ എന്നല്ല, ലിബോറിയ അമ്മ എന്ന് വിളിക്കുവാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം 1964 ആദിവ്രതം ചെയ്തപ്പോഴും 1968 നിത്യവ്രതം ചെയ്തപ്പോഴും എന്റെ ദൈവവിളി മാതൃത്വമാണെന്ന് തിരിച്ചറിഞ്ഞവളാണ് ഈ വിശുദ്ധ സ്ത്രീ. വ്രതം ചെയ്തപ്പോൾ തന്റെ ദൈവവിളി മാതൃത്വമാണ് തിരിച്ചറിഞ്ഞവളാണ്. ഒരു കുടുംബത്തിൽ 1-2 പേർക്ക് അമ്മയെ തിരികെന്നുള്ളതല്ല, ലോകത്തിന് മുഴുവനും അമ്മയെ തിരുവാൻ നിയോഗം. ആരോരുമില്ലാത്ത ഒരുപാട് വ്യക്തികൾക്ക് മാതൃത്വത്തിന്റെ മഹത്വം പകർന്നു കൊടുക്കുവാനുള്ള നിയോഗം. അതായിരുന്നു ആ അമ്മ തിരിച്ചറിഞ്ഞ ദൈവവിളി. അതാണ് സെയിന്റ് ആൻസിലും അതുപോലെ ഇടത്തിരുത്തിയിലും മനക്കൊടിയിലൊക്കെ ഓർഫനേജിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ അമ്മ തന്റെ ജീവിതത്തിലൂടെ തന്റെ സംരക്ഷണത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി പകർന്നു കൊടുത്ത വലിയ പാഠങ്ങൾ. അതുകൊണ്ട് തന്നെ മാതൃത്വത്തിന്റെ ഈറ്റുനോവ് അനുഭവിച്ചിട്ടുണ്ട്. ഈശോ ഈ മക്കളിലൊക്കെ രൂപപ്പെടുവാൻ വേണ്ടി ഈറ്റുനോവ് അനുഭവിച്ചവളാണ് ലിബോറിയ. കഠിനാധ്വാനത്തിന്റെ ആരൂപമാണ് എന്ന് വേണം പറയുവാനായിട്ട്. സുവിശേഷം വായിച്ചു കേട്ടതുപോലെ മർത്തയെ പോലെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത വ്യക്തികൾ. എല്ലാവരും ആഗ്രഹിക്കും കോളേജിലോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുവാനും അതുമല്ലെങ്കിൽ അധികാരത്തിന്റെ പ്രവൃത്തിയിൽ ആയിരിക്കുവാനൊക്കെയാണ് എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ ഈ അമ്മയുടെ കൗതുകം പാടത്തും പറമ്പിലും ആയിരുന്നു. ആടുമാടുകളെ മേയ്ക്കുന്നതിലായിരുന്നു, അവയെ പരിചരിക്കുന്നത്, താറാവുകളെ കോഴികളെ വളർത്തുന്നത്, അതുപോലെ തന്നെ പാടത്തും പറമ്പിലും പണിയെടുത്ത് അവയെ പച്ചപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതായിരുന്നു എപ്പോഴും വലിയ സന്തോഷം നൽകുന്ന കാര്യമായിട്ട് ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ അമ്മ പറയുമായിരുന്നു, എന്താണ്, എല്ലാവരും ഇങ്ങനെ വലിയ വലിയ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാനമായി കിട്ടിയ പറമ്പുണ്ട്, ഭൂമിയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പരിചരിക്കുവാനും നോക്കി നടത്തുവാനും പിന്നെ മറ്റാരുണ്ടാകുമെന്ന് ചോദിക്കുന്നു. അപ്പൊ വരും തലമുറയ്ക്ക് ഇത് കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ എന്നുള്ള വലിയ ചിന്തയോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ഏറ്റവും മനോഹരമായി ചെയ്തെടുക്കുവാനായിട്ട് ഈ അമ്മ പരിശ്രമിച്ചത്. മണ്ണിനെ മലിനപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിട്ടില്ല, ഭൂമിയെ മുറിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് മണ്ണിന്റെ മണവും പ്രകൃതിയുടെ പച്ചപ്പും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച വലിയൊരു വിശുദ്ധ ജീവിതം. ഫ്രാൻസിസ് അസിസിയെ പോലെ പ്രകൃതിയെ അമ്മയായി സ്വീകരിച്ചവളാണ് ലിബോറിയ എന്നുള്ളതാണ്. ഈ ഭൂമിയെ തങ്ങൾക്ക് ലഭിച്ച മണ്ണിനെ, ഈ പറമ്പിനെ ഒക്കെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുവാനായി
അക്ഷര യത്നിച്ച മഹാവനിത. ഇനിയുമുണ്ട്. ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന അമ്മയുടെ സ്നേഹത്തിന്റെ ഒരു മനസ്സ് ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ അമ്മ മനസ്സിന്റെ കൈപുണ്യം അനുഭവിക്കാത്ത CMC സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഇഷ്ടംപോലെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്തവരായിട്ട് അധികം പേരുണ്ടാവുകയില്ല. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടില്ല, ഹോം സയൻസ് പഠിച്ചിട്ടില്ല, പക്ഷേ നൈസർഗികമായി കിട്ടിയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള കൈപ്പുണ്യം അത് വെച്ച് വിളമ്പി എല്ലാം കൊടുക്കുന്നതിലാണ് ഒരുപാട് സന്തോഷം അനുഭവിച്ചത്. അതിലാണ് സംതൃപ്തി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തി കടഞ്ഞതിന് ശേഷം ചിലപ്പോൾ മിച്ചമൊന്നും ഇല്ലാതെ വന്നാൽ തന്നെയും അതിൽ പരാതിയോ പരിഭവമില്ല. എല്ലാവർക്കും കൊടുക്കുവാൻ സാധിച്ചല്ലോ എന്നുള്ള ആത്മനിർവൃതിയാണ് മുഖത്ത് എപ്പോഴും കണ്ടിരുന്നതെന്നാണ് ആ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനയും ഒരുപാട് കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. മറിയത്തെ പോലെ എപ്പോൾ ഈശ്വരത്തിൽ ഇതുകൊണ്ടാണ് ശക്തി നേടിയത്. ഈ പേരിന്റെ അർത്ഥം ഞാൻ നോക്കുകയായിരുന്നു. വിധോ എന്ന വാക്കിന്റെ അർത്ഥം പുതിയ പേര്, എനിക്ക് പുതിയ ഒരു പേരാണ്, എനിക്ക് പരിചയമില്ലാത്ത പേരാണ്. നോക്കിയപ്പോൾ അതിന് അർത്ഥമായിട്ട് മനസ്സിലാക്കിയത് ലിബർട്ടി, സ്വാതന്ത്ര്യം, അതുപോലെ സ്ട്രെങ്ത്, ശക്തി. ഈ അർത്ഥമാണ് ഈ പേരിനുള്ളത്, ലിബർട്ടി ആൻഡ് സ്ട്രെങ്ത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് ഈ അമ്മ ജീവിതത്തിലുടനീളം അനുഭവിച്ചത്. ആത്മാവിന്റെ ശക്തിയാണ് ചെയ്ത കർമ്മങ്ങളൊക്കെ നിഴലിച്ചത്. എന്ത് ചെയ്യുമ്പോഴും ആ ദൈവമകത്തിന് ചെയ്യാൻ സാധിച്ചു. എന്ത് ചെയ്യുമ്പോഴും സമൂഹ നന്മയ്ക്ക് വേണ്ടി പരിണമിപ്പിക്കാൻ സാധിച്ചു. എന്ത് ചെയ്തപ്പോഴും ആത്മരക്ഷയ്ക്ക് ഉടലും തന്നെ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ചെയ്ത കർമ്മങ്ങൾക്കെല്ലാം ഒരു ദൈവികമായിട്ടുള്ള പരിവേഷം ഉണ്ടായിരുന്നു. ഒറ്റ പ്രമാണമേ ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ പ്രമാണമാണ്. കരയേണ്ടവന് മുമ്പിൽ കരഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്ത് കരയേണ്ടതില്ല എന്ന് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. മുട്ടുമടക്കേണ്ടവന് മുമ്പിൽ മുട്ടുമടക്കിയാൽ മറ്റൊരിടത്ത് നമ്മൾ മുട്ടുമടക്കേണ്ടതില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മാതൃകയാണ് ഈ അമ്മ നമ്മുടെ മുമ്പിലായി ഈ 88 വർഷം ജീവിച്ചുകൊണ്ട് വലിയൊരു മാതൃകയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എങ്ങനെ ഈശോയോട് ചേർന്ന് ജീവിക്കാം, എങ്ങനെ സമൂഹത്തിലൂടെ ജീവിക്കാം എന്നുള്ളതിന്റെ മാതൃക. ആ മാതൃകയാണ് നമ്മൾ ഇതിന് പ്രാവർത്തികമാക്കേണ്ട വലിയ പുണ്യമായിട്ട് മാറുന്നത്. ഈശോയുടെ കൂടെയായിരുന്നുകൊണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹം പകർന്നു നൽകുമ്പോൾ ആ അമ്മ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തൊക്കെയും ചെറിയ കാര്യമാണ് തോന്നിയത്, പക്ഷെ ചെയ്തതൊക്കെയും ഈശോയെ പ്രതി ചെയ്യുവാൻ സാധിച്ചു. അതാണ് ആ ജീവിതത്തിന് മഹത്വമായിട്ട് മാറുന്നത്. ദൈവം ഈ ആത്മാവിനെ സ്വർഗ്ഗഗണത്തിൽ ചേർക്കേണ്ടത് പ്രാർത്ഥിക്കാം. ഈ അമ്മയെ ഈ CMC സഭയ്ക്ക് നൽകിയ കുടുംബാംഗങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് കുടുംബത്തോട്. അവരുടെ സഹോദരങ്ങളൊക്കെ ജീവിച്ചിരുന്നിട്ട് അറിഞ്ഞുകൂടാ. മരിച്ചുപോയ മാതാപിതാക്കളുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം. എല്ലാവരും ഈ അമ്മയോടൊപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ മാതൃശക്തിയാൽ ഈ കുടുംബത്തിനും CMC സഭയ്ക്കും നമുക്ക് എല്ലാവർക്കും തന്നെയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥിക്കാം.